അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് സേമിയ കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ. അതിനായിട്ട് സേമിയ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് സേമിയ വെന്ത് വരും. സേമിയ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ണാപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രമെടുത്ത് മുട്ട അതിലേക്ക് ഒഴിച്ച് മുട്ടയിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നമുക്ക് മുട്ട വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രം എടുത്ത് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇടാവുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് അതുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റി വരുമ്പോൾ നമുക്ക് അടുപ്പ് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ കണ്ണാപ്പിലേക്ക് മാറ്റി വെച്ചേക്കുന്ന ഈ സേമിയ ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട കൂടി അതിൻ്റെ മുകളിലിട്ട് മുട്ട കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് തുറന്നതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സേമിയ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം.